നമ്മുടെ മലയാളത്തിലെ അഭിനേതാക്കളൊക്കെ അന്യഭാഷയിൽ പോയിട്ട് കയ്യടി വാങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. നമുക്കത് സന്തോഷത്തിലുപരി ഭയങ്കര അഭിമാനം കൂടിയാണ്. അപ്പോൾ ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്ററിൽ ഒരു മലയാളി താരമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ തോന്നി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ടോക്സിക്. നമ്മുടെ യഷിൻ്റെ റോക്കിംഗ് സ്റ്റാർ യഷിൻ്റെ KGFന് ശേഷം റിലീസാവാൻ പോകുന്ന സിനിമ എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്കറിയാം KGF എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുമ്പ് യഷിനെ മലയാളികൾക്ക് അധികം പേർക്കൊന്നും അറിയില്ലായിരുന്നു. KGF 1, KGF 2. KGF 2 2022 ഏപ്രിലാണ് റിലീസായത്. അത് കഴിഞ്ഞിട്ട് 4 വർഷമാവാറേ ഓൾമോസ്റ്റ് 4 വർഷത്തിന് ശേഷമാണ് യഷിൻ്റെ ഒരു സിനിമ റിലീസാവാൻ പോകുന്നത്. അപ്പോൾ ടോക്സിക് എന്ന സിനിമയെക്കുറിച്ച് കുറേ ചർച്ചകളൊക്കെ വന്നിരുന്നു. പല റിലീസ് ഡേറ്റ് മാറിപ്പോയി എന്നൊക്കെ കേട്ടിരുന്നു. അവസാനം റിലീസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 19-നാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊമോസൊക്കെ പലതും ഇറങ്ങിയിരുന്നു. ഇതിൻ്റെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. ഇനി ഒരു 3-4 ദിവസമായത്. അപ്പോൾ എനിക്കത് ഞാൻ ഇന്ന് വീണ്ടും അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ സുദേവ് നായരുടെ പോസ്റ്ററാണ്. അപ്പോൾ സുദേവ് നായർ എന്ന് പറഞ്ഞ ഒരു നടൻ മലയാളിയാണ്. പക്ഷേ നമ്മൾ മലയാളത്തിലെ ഹീറോസിനെയോ അല്ലെങ്കിൽ ഭയങ്കര കഴിവുള്ള നടന്മാരുടെ ഒക്കെ ലിസ്റ്റ് എടുക്കുമ്പോൾ അധികം പേര് പറയാത്തൊരു പേരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സുദേവ് നായരുടെ. പക്ഷേ സുദേവ് നായർ വളരെ ടാലൻറ്റഡ് ആണ്. ഒരുപാട് മികച്ച കഥാപാത്രങ്ങളോട് പ്രൂവ് ചെയ്തതാണ്. ഇപ്പോൾ അന്യഭാഷയിലാണ് സുദേവ് നായർ കൂടുതൽ എന്താ പറയുക തിളങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോസ്റ്ററിൽ സുദേവ് നായരുടെ പേരുണ്ട്, ക്യാരക്ടർ പേര് കർമാടി എന്ന ഒരു കഥാപാത്രം. ആ ഒരു കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. അപ്പോൾ സുദേവ് നായർ നമ്മളിടയ്ക്ക് അന്യഭാഷയിലൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ കൂടുതൽ സുദേവ് നായർക്ക് നമ്മുടെ മലയാള സിനിമയെക്കാട്ടും കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതലും വില്ലൻ വേഷങ്ങൾ തന്നെയാണ് സുദേവ് നായർ കിട്ടുന്നത്. അപ്പം ഞാനും ചില സിനിമകളൊക്കെ സുദേവ് നായരുടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സുദേവ് നായർ ശരിക്കും ഒരു മലയാളിയാണെങ്കിൽ കൂടി പുറത്ത് ഈ പറഞ്ഞ പോലെ ബോംബെയിലും അവിടെ പഠിത്തവും പിന്നെ ഒരു ഹിന്ദി സിനിമയിലൂടെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് മൈ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന 2014 റിലീസായ ഒരു സിനിമയിലൂടെ നമ്മൾ മലയാളത്തിലേക്ക് വരുന്നത്. ആ ഒരൊറ്റ സിനിമയിൽ തന്നെ അന്ന് സ്റ്റേറ്റ് അവാർഡും കിട്ടി മികച്ച നടനെ. അന്ന് നിവിൻ പോളിക്ക് ഉണ്ടായിരുന്നു. 1983 സുദേവ് നായർക്ക് അവാർഡ് കിട്ടി. അവിടെ മുതൽ നമ്മൾ സുദേവ് നായരെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ എസ്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മൾ കണ്ടിരുന്നു, അനാർക്കലിയിൽ കണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു വോയിസ് മോഡുലേഷൻ ആയാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദമായാലും ഒക്കെ കുറച്ച് എന്താ പറയുക ഡിഫറെൻ്റ് ആണ്, നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല. എനിക്ക് ഒരിക്കൽ തങ്കമണി എന്ന് പറയുന്ന ഒരു സിനിമ ദിലീപിൻ്റെ, ആ ഒരു സിനിമയിൽ ദിലീപിൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്തും ദിലീപ് പറഞ്ഞ ഓർമ്മയുണ്ട്. അതായത് സുദേവ് നായർ മലയാളിയാണെന്ന് ഞാൻ ആദ്യം അറിയില്ലായിരുന്നു, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ദിലീപ് വരെ പറഞ്ഞിട്ടുണ്ട് സുദേവ് നായരെ കുറിച്ച്. സുദേവ് നായർ അധികം മീഡിയയിലൊന്നും നമ്മൾ അധികം ഇൻ്റർവ്യൂസൊന്നും അങ്ങനെ കാണാറില്ല, വരാറുണ്ട്. പക്ഷേ നമ്മൾ അദ്ദേഹം കുറച്ച് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ തെലുങ്കിൽ അഭിനയിച്ച സിനിമകളുണ്ട്. തെലുങ്കിലും കന്നഡയിലും തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ തെലുങ്കിലാണ് കാണുന്നത്. അപ്പോൾ തെലുങ്കിൽ തന്നെ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചത് ടൈഗർ നാഗേഷ് റാവു എന്നുള്ള സിനിമയാണ്, രവി തേജയുടെ. അതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു. അതിൽ ശക്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തു. ആ ഒരു സിനിമ അങ്ങനെ വൻ വിജയമല്ലായിരുന്നു. രവി തേജയുടെ കഴിഞ്ഞ കുറച്ച് സിനിമകൾ അത്യാവശ്യം എന്താ പറയുക ഒരു പരാജയത്തിലൂടെ പോകുന്ന ഒരു സമയമാണ്. അതിൽ ആ ഒരു പരാജയപ്പെട്ട ഒരു സിനിമയിൽ പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ടൈഗർ നാഗേഷ് റാവു. പക്ഷേ അതൊരു ഇപ്പോൾ അടുത്തിറങ്ങിയ രവിചേട്ടൻ്റെ 1-2 സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സിനിമയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിൽ നല്ലൊരു റോൾ തന്നെയാണ് സുദേവ് ചെയ്തിട്ടുള്ളത്. പിന്നെ സുദേവ് ചെയ്ത എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് നിതിൻ എന്ന് പറയുന്ന നടനാണ്. ആ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിൽ ഒരു എന്താ പറയുക വളരെ നന്നായി ചെയ്തിട്ട് ഒരു വില്ലൻ വേഷമാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് വളരെ കുറച്ച് ഒരു നോർമൽ വില്ലൻ വേഷം പോലെയല്ല, കുറച്ചൊരു ഹ്യൂമർ ടച്ചോ അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ആ ഒരു സിനിമ അവിടെ റിലീസായി കുറേ നാളുകൾക്ക് ശേഷം OTT വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഞാനും അറിയുന്നത് സുദേവ് നായർ ഇതുപോലത്തെ വില്ലൻ റോളുകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇതുപോലൊരു ത്രൂ ഔട്ട് ഒരു റോളൊക്കെ അവിടെ ചെയ്യുന്നുള്ളതൊക്കെ ഞാനും അറിഞ്ഞത്. പിന്നെ ഒരു 3 സിനിമകൾ അടുത്തിറങ്ങിയത്, അതൊരു 3ഉം ഭയങ്കര വിജയമായിരുന്നു. അപ്പം ഞാനൊരു പോസ്റ്റ് വായിച്ചിരുന്നു, ഹാട്രിക് വിജയം എന്ന് പറഞ്ഞിട്ട്. അത് സുദേവ് നായർ അഭിനയിച്ച ഒരു 3 തെലുങ്ക് സിനിമയും അവിടെ ബാക്ക് ടു ബാക്ക് വിജയിച്ചു. അതിലൊന്ന് ദേവരയാണ്, പിന്നെ ഒന്ന് ദേ കോൾ ഹിം OG, പിന്നെ മാന ശങ്കര വര പ്രസാദ് ഗാരു. ഇതിൽ ദേവര നമുക്കറിയാം 2024 മെയ്യിലാണ് ദേവര പാർട്ട് 1 ഇറങ്ങിയത്. പാർട്ട് 2 അതിന് ഇറങ്ങുമെന്ന് പറയുന്നു. അത് NTRൻ്റെ ഒരു അത്യാവശ്യം അത് ഭയങ്കര RRR പോലെയൊന്നും ഹിറ്റായില്ല, അല്ലെങ്കിൽ ആ ഒരു വിചാരിച്ച ലെവലോട്ടൊന്നും എത്തിയില്ലെങ്കിൽ പോലും അത്യാവശ്യം ഓടിയൊരു സിനിമയിലും അതിലൊരു നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് സുദേവ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സിനിമ ഞാനും തിയേറ്ററിൽ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു, അങ്ങനത്തെ ഒരു ക്യാരക്ടർ സുദേവിന് അവിടെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. പിന്നെ OG എന്ന് പറയുന്ന പവൻ കല്യാണിൻ്റെ സിനിമയും അതിലും നല്ലൊരു റോൾ ചെയ്തു. അതും പവൻ കല്യാണിൻ്റെ
കരിയറിലെ ഏറ്റവും വലിയ ഒരു വിജയമായ ഒരു സിനിമയായിരുന്നു. അദ്ദേഹം അപ്പോൾ അവിടെ അഭിനയത്തിനൊക്കെ ഓൾമോസ്റ്റ് അഭിനയം നിർത്തി. അദ്ദേഹം ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. ഓൾമോസ്റ്റ് അഭിനയം നിർത്താൻ എനിക്ക് തോന്നുന്നു ഒരു സിനിമയും കൂടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അഭിനയം നിർത്തും തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഓജി എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്സ് കുറെ കുറ്റം പറഞ്ഞ് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ സിനിമ നന്നായി കളക്ട് ചെയ്ത സിനിമയാണ്. പിന്നെ മാനശങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ചിരഞ്ജീവിയുടെ സിനിമയാണ്. അതും ഈ പറഞ്ഞ ചിരഞ്ജീവിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ്. ഒരുപാട് റെക്കോർഡുകൾ ആ സിനിമ ബ്രേക്ക് ചെയ്തു എന്നൊക്കെ ഞാനിപ്പോൾ വായിച്ചു. എനിക്കൊണ്ട് തെലുങ്കിൽ തന്നെ പല ഏരിയാസിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് ചിരഞ്ജീവിയുടെ ഒരു സിനിമ. അനിൽ രവിപ്പൊടി എന്ന് പറഞ്ഞ ഡയറക്ടർ അവിടുത്തെ ഹിറ്റ് ഡയറക്ടറാണ്. വെങ്കടേഷിനൊക്കെ ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ഡയറക്ടറാണ്. ആ ഡയറക്ടർ വെങ്കടേഷ് ഒരു ഗസ്റ്റ് റോളും ചിരഞ്ജീവിനെ വെച്ച് ചെയ്തൊരു സിനിമ. ചിരഞ്ജീവിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ബ്രേക്ക് കിട്ടിയൊരു സിനിമയായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമയിലാണ് അവിടെ സുദേവ് അഭിനയിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഇനി ഇറങ്ങാൻ പോകുന്ന ടോക്സിക് ആണ്. ടോക്സിക് അതൊരു കന്നഡ പടമാണ്. പക്ഷേ എല്ലാ ഭാഷയിലും അതൊരു പാൻ ഇന്ത്യൻ പടമാണെന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ദേവരയായാലും ഓജി ആയാലും ഒക്കെ ഒരു തെലുങ്ക് സിനിമ തന്നെയാണ്. അത് മറ്റു ഭാഷയിൽ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തെലുങ്ക് സിനിമയാണ്. പക്ഷേ ഈ പറയുന്ന ടോക്സിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ്. അപ്പോൾ സുദേവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ശരിക്കും അതിൻ്റെ ഒരു ക്രൂ കാസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മലയാളികളുടെ സാന്നിധ്യമാണുള്ളത്. സംവിധായക ഗീതു മോഹൻദാസ്, ക്യാമറമാൻ രാജി രവി, പിന്നെ നയൻതാര, നായികന്മാരിൽ ഒരാൾ നയൻതാര. അപ്പം ഇത്രയും എന്താ പറയുക മലയാളി സാന്നിധ്യം ആ ഒരു സിനിമയിലുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് മലയാളികൾ അന്യഭാഷയിൽ തിളങ്ങുന്നുണ്ട്. എല്ലാ മേഖലയിലും തിളങ്ങുന്നുണ്ട്. അത് പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കമ്പാരിറ്റീവ്ലി പണ്ടത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് കൂടുതൽ എക്സ്പോഷർ കിട്ടിയതുകൊണ്ടായിരിക്കാം. പിന്നെ പണ്ടൊരു മലയാള സിനിമ തിയേറ്ററിൽ എപ്പോഴെങ്കിലും പ്രിവ്യൂ ഇടുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും ടി വിയിൽ വരുമ്പോഴോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പറഞ്ഞ DVD കാസറ്റ് ഒക്കെ എടുത്തിട്ടൊക്കെയാണ് അന്യഭാഷയിലുള്ള താരങ്ങൾ അല്ലെങ്കിൽ സംവിധായകരും നിർമ്മാതാക്കളൊക്കെ കാണുന്നത്. അപ്പോഴായിരിക്കും അതിൽ ഏതെങ്കിലും ഒരു നടൻ്റെയോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെയോ വർക്ക് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇന്ന് പാൻ ഇന്ത്യൻ റിലീസാണ്, OTTയിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള സിനിമ തന്നെ എല്ലാവരും കാണുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ താരങ്ങൾക്കൊക്കെ അവിടെ അവസരങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ജയറാമാണ്. ജയറാം പണ്ടും തമിഴിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇഷ്ടം പോലെ അന്യഭാഷാ സിനിമകൾ ജയറാമിനെ കാണുന്നുണ്ട്. അല്ലെ തെലുങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് അവിടുത്തെ ഒരുവിധം എല്ലാ സൂപ്പർ സ്റ്റാർസിനെ, ഇപ്പോൾ രാം ചരൺ ആയാലും അല്ലു ആയാലും മഹേഷ് ബാബു ആയാലും പ്രഭാസ്, ഇവരുടെയൊക്കെ അച്ഛനായിട്ടോ ചേട്ടനായിട്ടോ സുഹൃത്തായിട്ടോ ഒക്കെ അഭിനയിച്ച് തിളങ്ങുന്ന നടൻ തന്നെയാണ് ജയറാം. തമിഴിലും അങ്ങനെ തന്നെയാണ്. ജയറാം പണ്ടും തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതൽ നല്ല ശക്തമായിട്ടുള്ള ക്യാരക്ടർ റോളുകളൊക്കെ ജയറാം ചെയ്യുന്നുണ്ട്. അതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പേഴ്സണലി ജയറാം അത് ചെയ്യുന്നത് കൊണ്ട് ജയറാമിന്റെ കരിയറിൽ അത് ഗുണം ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ നായകനായിട്ട് ചെയ്യുന്നു, അവിടെ പോയിട്ട് ജയറാം ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നു. അത് ചിലപ്പോൾ ചെറിയ റോളായിരിക്കാം ചിലപ്പോൾ, പക്ഷേ എങ്കിലും അതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു റീച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയറാം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവിടെ അന്യഭാഷയിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1000 ആശകൾ എന്ന് പറഞ്ഞ ആശകളായിരുന്നു സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് തമാശ രൂപേണ കാളിദാസ് പറഞ്ഞു പൈസ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് അഭിനയിക്കുന്നത് വെച്ചാൽ ജയറാം തന്നെ പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ല. പിന്നെ ജയറാം പറയാറുണ്ട് റെട്രോന്റെ ലോഞ്ചിന്റെ സമയത്ത് അവിടെ കേരളത്തിൽ വന്നപ്പോൾ ജയറാം പറഞ്ഞു അവിടെ പോകുമ്പോൾ നമുക്ക് മലയാളത്തിന് കിട്ടുന്ന മലയാള സിനിമയ്ക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് എന്നാണ് ജയറാം പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഷൈൻ ടോം ചാക്കോ അവിടെ ശക്തമായിട്ടുള്ള റോൾസ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാലയ്യയുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് ഷൈൻ ടോം ചാക്കോ തന്നെ പറയുകയും ചെയ്തു. ബാലയ്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് അദ്ദേഹം സംസാരിച്ചു. ദേവര എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു അടിപൊളി വില്ലൻ വേഷമാണ് ചെയ്തത്. അതിന് ബെസ്റ്റ് വില്ലനുള്ള അവാർഡൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷൈൻ ടോമിന്. അപ്പോൾ എനിക്കൊന്ന് ഷൈനും അവിടെ ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. നേരത്തെ ഈ സുദേവിനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരുപാട് റോളുകൾ ഇനി അവിടെ ഷൈനും കിട്ടാനുണ്ട്. പിന്നെ നരേൻ നമുക്കറിയാം മലയാളത്തിൽ വന്നു, തമിഴിൽ പോയി, തമിഴിൽ നായകനായിട്ട് തിളങ്ങി. ഇപ്പോൾ അവിടെ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്നു. LCU നമ്മുടെ ലോകേഷ് യൂണിവേഴ്സിൽ നരേൻ ഇല്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളെ മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ് നരേൻ എന്ന് പറയുന്ന ഒരു നടൻ അവിടെ തിളങ്ങുന്നതും. പിന്നെ ചെമ്പൻ വിനോദ് ഉണ്ട്, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാലമൂട്. ചെമ്പനും നമ്മൾ വിക്രം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു സിനിമയിലൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. സുരാജ് വീരധീര സൂരൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിക്രമിന്റെ വില്ലനായിട്ട് വന്നു. ഇപ്പോൾ ജയിലർ 2 മെയിൻ വില്ലനാണെന്ന് കേൾക്കുന്നു. പിന്നെ വേറെ ഏതൊരു സിനിമയും കൂടി ഇപ്പോൾ സുരാജിന്റെ തമിഴ് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു. പിന്നെ വിനായകൻ അവിടെ ജയിലറിൽ രജനീകാന്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കട്ടയ്ക്ക് വില്ലനെ വിലസിയതാണ്. അപ്പോൾ എന്തായാലും വിനായകനും ഈ പറഞ്ഞ പോലെ അവസരങ്ങളൊക്കെ എന്തായാലും അവിടെ വരും. ഇപ്പോൾ മലയാളത്തിലും വിനായകൻ തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ കളങ്കാവിൽ തിളങ്ങി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ തമിഴിലും തെലുങ്കിലൊക്കെ ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടും തന്നെയാണ്. ഒരു വിവാദങ്ങളുണ്ട് വിനായകനെ കുറിച്ച് ഒരുപാട്. പക്ഷെ വിനായകനെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ആക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്യഭാഷയിൽ അവസരങ്ങൾ കിട്ടുന്നത്. പിന്നെ സുനിൽ സുഗത എന്ന് പറഞ്ഞ നമ്മുടെ ക്യാരക്ടർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വില്ലനായിട്ട് വന്നു. അതിൻ്റെ ബ്ലഡി ബഗർ എന്ന് പറഞ്ഞ സിനിമയിൽ നെൽസൺ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ജയിലർ 2
അദ്ദേഹം നല്ലൊരു ത്രോട്ട് റോൾ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സുനിൽ സുധ ഒരുപാട് 1-2 സിനിമകൾ കൂടി ഇനി അദ്ദേഹം റിലീസ് ആവാനുണ്ട്. അദ്ദേഹം മലയാളത്തിൽ ഇപ്പോൾ സിനിമകൾ കുറഞ്ഞത് തമിഴിലെ തിരക്ക് കാരണം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ എന്തായാലും മലയാള സിനിമയിലെ മലയാള നടന്മാർക്ക് അന്യഭാഷയിൽ അവസരം കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പണ്ടൊക്കെ നമുക്കറിയാം നെടുമുടി വേണുവും തിലകരും പോലത്തെ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ അഭിനയിക്കുന്നു. നായകന്മാരായിട്ട് നമ്മുടെ ഇവിടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ക്യാരക്ടർ റോളുകൾ അന്യഭാഷയിൽ നമ്മുടെ മലയാള താരങ്ങളെ ഇപ്പോൾ വിളിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പണ്ടിടയ്ക്ക് മനോജ് കെ ജയന് ഇവിടുത്തെ പെരുന്തച്ഛൻ കഴിഞ്ഞിട്ട് അവിടെ ദളപതിയിൽ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബ്രേക്കിന് ശേഷമാണ് ധൂൾ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ മനോജ് കെ ജയന് അവസരം കിട്ടിയത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, അവസരങ്ങൾ കൂടുതലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും നടന്മാർക്ക് നല്ലതാണ്. എന്തായാലും എനിക്കിപ്പോൾ ടോക്സിക്കിലെ സുധീർ നായരുടെ ഒരു പോസ്റ്റർ കണ്ടപ്പോഴാണ് ഇവരെല്ലാവരെയും കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വന്നത്. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. എന്തായാലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടാവാം, വിയോജിക്കാം. പ്രത്യേകിച്ച് ജയറാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.